പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം എന്നെ സംരക്ഷിക്കുന്ന, എൻ്റെ ജീവിതത്തിലെ ഏതു ദുഃഖമാണെങ്കിലും ഏതു വേദനയാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്നെ താങ്ങുന്ന, എൻ്റെ ദുഃഖത്തിൽ നിന്നും എനിക്ക് മോചനം നൽകുന്ന ഒരു കർത്താവിൻ്റെ വാഗ്ദാനമാണ് ധ്യാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് ഈ ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാകും. പ്രിയമുള്ളവരെ, ഒരു വചനഭാഗം നമുക്ക് ശ്രവിക്കാം. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദാനം ഇതാണ്: നിന്റെ ഭാരം, എൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. എൻ്റെ ഏത് അവസ്ഥയാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാന്റെ വാഗ്ദാനം എന്താണ്? അവിടുന്ന് എന്നെ താങ്ങിക്കൊള്ളും. വീണ്ടും മറ്റൊരു വാഗ്ദാനം ഇതാണ്: ഒരിക്കലും നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരനർത്ഥം സംഭവിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. മറക്കരുത്, ദൈവത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവിടുന്ന് നമ്മെ പരിപാലിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒപ്പം ഓർക്കുക പ്രിയമുള്ളവരെ, അത് ദൈവത്തിൻ്റെ ശക്തിയിലും അവൻ്റെ കരുതലും പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമ്മെ സഹായിക്കും. എൻ്റെ എല്ലാ ഉത്കണ്ഠകളും, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തെ സമർപ്പിക്കുമ്പോൾ ദൈവം തന്ന വാഗ്ദാനമുണ്ട്. അത് കൈകാര്യം ചെയ്യാനുള്ള കൃപയും ജ്ഞാനവും അറിവും ദൈവം നമുക്ക് തരും. അതായത് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്നെ എപ്പോഴും നിലനിർത്തുന്ന ഒരു ശക്തിയാണ്, ഒരു സസ്റ്റൈനിങ് പവർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങയില്ല എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മെ തന്നെ ദൈവത്തെ സമർപ്പിക്കുമ്പോൾ ഏതു വെല്ലുവിളികൾക്കും ഏത് അവസ്ഥയിലും നീതിപൂർവം ജീവിക്കുവാൻ, പ്രതികൂല സാഹചര്യങ്ങളിൽ കീഴ്പ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും എന്നാണ് ഈ വചനം. നീതിമാൻ കുലുങ്ങില്ല എന്ന് പറയുമ്പോൾ പ്രതികൂല സാഹചര്യമാകാം, അവിടെയൊക്കെ കുലുങ്ങാതെ നിൽക്കുവാനുള്ള അനുകൂല സാഹചര്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. പ്രയാസമായ സാഹചര്യം നേരിടുമ്പോൾ നാം ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ ഭാരങ്ങൾ അവൻ ഏറ്റെടുത്തോളും. ഒപ്പം തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നാം ആശ്രയിക്കണം. ഭാരം വഹിക്കുന്നവർ, ചുമട് വഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്രയിക്കാം എന്നൊക്കെ പറയുന്ന വചനം, വാഗ്ദാനത്തെ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രയാസകരമായ സമയങ്ങളാണെങ്കിലും ദുഃഖപൂർണമായ അവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ കരം ദർശിക്കുവാനും എന്നെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നാം കണ്ടെത്തുവാനും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പ്രിയമുള്ളവരെ, അച്ഛൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഏത് പ്രയാസകരമായ അവസ്ഥയോടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ഒരുപക്ഷെ നിൻ്റെ ഓഫീസിലോ നീയുമായി ബന്ധപ്പെടുന്ന അവസ്ഥയിലോ നിനക്ക് പ്രയാസമുണ്ടാകാം, ദുഃഖമുണ്ടാകാം. നിന്നെ കാത്തിരിക്കുന്ന ദുഃഖപൂർണമായ ഒരു സംഭവമാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും വിശ്വസിച്ചോളൂ, ദൈവം നിന്നെ താങ്ങിക്കൊള്ളും. ഒരു സാഹചര്യവും നിന്നെ കുലുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ദുഃഖവും നിന്റെ ഭാരങ്ങളെല്ലാം ഈശോ എടുത്തു മാറ്റി നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആശ്വാസത്തിന്റെ വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ തന്നെ ഇത് മറ്റു മക്കൾക്ക് പങ്കുവെക്കണം. അവർക്കും ഈ ദിവസം ദൈവത്തിൻ്റെ ആശ്വാസം ലഭിക്കാൻ തക്ക തരത്തിൽ ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യണം. നീ അനുഗ്രഹം ഭാവിക്കണം, അതുപോലെ തന്നെ മറ്റു മക്കളും അനുഗ്രഹം ഭാവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ വലിയ സ്നേഹത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനും ഞങ്ങൾ പ്രയാസമേറിയ നിമിഷമാണെങ്കിലും നിന്റെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്റെ വലിയ കരുതൽ അനുഭവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord.